200 രൂപ കടം വച്ചിട്ടാണ് ഞാൻ മദ്രാസിൽ നിന്ന് പോയത്. പിന്നെ മണിയമ്പിള്ള എല്ലാം കഴിഞ്ഞിട്ട് പാന്തരൂർ താമസിക്കുന്ന ഒരു ദിവസം ഒന്ന് ബെല്ലടിച്ചു വന്നപ്പം ഈ ചന്ദ്രമോഹൻ എൻ്റെ മുമ്പ് വയ്ക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അന്ന് അങ്ങനെ എനിക്കറിയാം നീ അവിടുന്ന് ഫുഡ് കഴിച്ച് നന്നായല്ലോ, എനിക്കത് മതി, നിൻ്റെ കാണാൻ വന്നതാണെന്ന് എന്നിട്ട് വന്നു. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കളില്ല. ഇപ്പോൾ ഇന്ന് എന്നെ ഇവിടെ കാണുമ്പോൾ ഞാൻ 15 വർഷമായിട്ട് കാണാത്തവരുണ്ട്, 20 വർഷമായിട്ട് കാണാത്തവരുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ എപ്പോഴും ഏറ്റവും വലുത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിനി എന്തൊക്കെ കളി കളിച്ചാലും എന്തൊക്കെ പൈസ ഉണ്ടാക്കിയാലും എന്തൊക്കെ ആയാലും ഒരു ദിവസം നമ്മൾ പോകും. അപ്പോൾ നമ്മൾ സുഹൃത്ത് ബന്ധമാണ് നമ്മൾ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ ആ കാലങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ വരുന്നവർക്ക് ഔപചാരികമായ സ്വാഗതം പറയേണ്ട ഒരു കടമ അതിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം താങ്ങണമെന്ന് ഭാഗ്യലക്ഷ്മി വിളിച്ചു പറഞ്ഞൊരു മെസ്സേജ് ഇട്ടപ്പം അത് വിശ്വസിച്ച് 101 പേരാണ് ഇതിനകത്ത് പേര് രജിസ്റ്റർ ചെയ്തത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 8-10 പേരൊക്കെ വരാൻ ബുദ്ധിമുട്ടിലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പറയുന്നത്. ഈ മീറ്റിംഗ് തുടങ്ങാൻ സാധാരണ എല്ലാവരും കൃത്യസമയത്ത് തുടങ്ങുന്ന പറയും. ഇവിടെ 1 മണിക്കൂർ താമസിച്ചപ്പോൾ നമുക്ക് സന്തോഷമായി. കാര്യം എല്ലാവരുമായിട്ടും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, പഴയ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മീറ്റിംഗ് മാതിരി കണ്ടക്ട് ചെയ്യില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക, കുറേ നേരം രസകരമായിട്ട് സംസാരിച്ചില്ല. നല്ല ഭക്ഷണമായിരിക്കും, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ സുഖമായിട്ട് ഇരുന്നിട്ടൊക്കെ പോകാം. അല്ലാതെ സീരിയസ് പ്രശ്നങ്ങളോ രാഷ്ട്രീയമോ ഒന്നും നമ്മുടെ ഇടയിലില്ല. നമ്മുടെ ഇടയിലുള്ളത് സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് അവരുടെ കാര്യങ്ങളും എല്ലാം പറയാം, എന്ത് ചോദിച്ചാലും മറുപടി പറയാനും എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. വരും വർഷങ്ങളിലും നമ്മുടെ ഒരു ആഗ്രഹം ചെന്നൈ നമുക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഞാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട് ചെന്നൈയിലെ. എനിക്കിപ്പോഴും ഒരു എന്താ പറയുക, മദ്രാസ് ഭവനയുടെ വീക്ക്നെസ്സാണ്. 2015 ഞാൻ പാവാടങ്ങനെ പോയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് വെച്ചപ്പോഴത്തേക്ക് അതിന് ഒരു ഡിന്നറോ പരിപാടികളൊന്നും വെച്ചില്ല. പകരം ആ പൈസ അന്ന് മദ്രാസിൽ വെള്ളപ്പൊക്കം നടന്നപ്പോൾ നമ്മൾ അവിടെ ഡൊണേറ്റ് ചെയ്തു. കാര്യം ചെന്നൈ എന്നുള്ളതിന് നമ്മുടെ കടപ്പാടാണ്. നമ്മളെല്ലാം സിനിമ ഇപ്പോഴത്തെ തൊട്ടല്ല, സിനിമ പഠിക്കാനും സിനിമയിൽ എന്തെങ്കിലും ആകാനും ഒക്കെ നമ്മൾ ചെന്ന് വിട്ടത് ഈ പറഞ്ഞ മാതിരി ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്നാണ് നമ്മളിവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് 99% ആൾക്കാരും ചെന്നൈയിൽ നിന്ന് തന്നെയാണ് പച്ച പിടിച്ചത്. അപ്പോൾ ചെന്നൈ നമുക്ക് മറക്കാനേ പറ്റില്ല. ഇപ്പോൾ മദ്രാസ് മെയിലിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു സ്വാഗതം പറയുന്നു. നമുക്ക് സന്തോഷിക്കാം. വരും ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഈ സുഹൃത്ത് ബന്ധം അതിശക്തമായി തുടരട്ടെ.